എന്താണ് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം? മൈൽഡ് ഹൈബ്രിഡ് ആ പേര് പറയുന്ന പോലെ തന്നെ വീര്യം കുറഞ്ഞൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇതിനകത്ത് നമ്മൾ എഞ്ചിൻ്റെ കൂടെ ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഡിവൈസ് കൂടുന്നുണ്ടായിരിക്കും. ഈ സ്റ്റാർട്ടർ ജനറേറ്റർ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് ഡയറക്റ്റോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ഒരു ബെൽറ്റ് വഴിയോ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിനൊരു സ്റ്റാർട്ടിംഗ് മോട്ടറായിട്ടും അതുപോലെ ആൾട്ടർനേറ്ററായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതുള്ള വാഹനത്തിൽ നമുക്ക് വേറൊരു നോർമൽ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെയോ ആൾട്ടർനേറ്ററിൻ്റെയോ ആവശ്യം വരുന്നില്ല. ഈ ഒരു ഒറ്റ സാധനം ഉണ്ടായാൽ മതി. നോർമൽ സ്റ്റാർട്ടിംഗ് മോട്ടറിനെ അപേക്ഷിച്ച് ഈ ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ എഞ്ചിനെ വളരെ സ്മൂത്തായിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഇതിൽ വളരെ സ്മൂത്തായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റേഷനറി ആയി കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുകയും പിന്നെ നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് റിലീസ് ചെയ്താലോ എഞ്ചിൻ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. നോർമൽ റണ്ണിങ് സമയത്ത് ഈ ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ ഒരു ആൾട്ടർനേറ്റർ പോലെ വർക്ക് ചെയ്യുകയും എഞ്ചിൻ്റെ പവർ എടുത്ത് ബാറ്ററി റീചാർജ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റാർട്ടർ ജനറേറ്ററിന് എഞ്ചിന് ഒരു ചെറിയ പവർ അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നോർമൽ ഹൈബ്രിഡ് വാഹനങ്ങളിലെ പോലെ ഈ സ്റ്റാർട്ടർ ജനറേറ്ററിന് വാഹനത്തിന് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് നിൽക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കില്ല. ആക്സിലറേഷൻ സമയത്ത് ചെറിയ രീതിയിൽ ഒരു സപ്പോർട്ട് ഈ ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ എഞ്ചിന് നൽകും. അതൊരു ആക്സിലറേഷൻ വളരെ സ്മൂത്ത് ആവാനും ലാഗൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കും. എഞ്ചിന് ഇങ്ങനെ ഒരു പവർ അസിസ്റ്റൻസ് കൊടുക്കുന്ന വഴി കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടാനും അതുവഴി മലിനീകരണം കുറച്ച് കുറയാനൊക്കെ അത് സഹായിക്കും. ഇനി ഡ്രൈവർ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയും അതുവഴി ആ വേസ്റ്റായി പോവേണ്ടിയിരുന്ന ഒരു കൈനറ്റിക് എനർജി റിക്കവർ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്ത് ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്.